ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനമായി മാറിയ മഹാനായ ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിന്റെ ജീവനും ഓജസ്സുമായിരുന്ന സ്ഥാപനമായിരുന്നു DRDO, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ടുള്ള മിസൈലുകൾ അടക്കമുള്ള എക്യുപ്മെന്റ്സ് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് DRDO. ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യയെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? APJ അബ്ദുൽ കലാമിനെ പോലെ നിങ്ങൾക്കും DRDOയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഇതാ നിങ്ങൾ കാത്തിരുന്ന അവസരം. DRDO സെപ്റ്റം 10 DRTC 1900-ലധികം പോസ്റ്റുകളുമായി നിങ്ങൾക്ക് മുന്നിൽ. DRDO സെപ്റ്റം 10 DRTC. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെപ്റ്റം എന്ന് കേൾക്കുമ്പോൾ ആർക്കും ഡൗട്ട് വരേണ്ട കാര്യമില്ല. DRDOയുടെ നമ്മുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ബോർഡാണ്. സെന്റർ ഫോർ പേഴ്സണൽ ടാലന്റ് മാനേജ്മെന്റ് എന്നാണ് സെപ്റ്റത്തിന്റെ ഫുൾ ഫോം വരുന്നത്. 2 പോസ്റ്റുകളിലായിട്ടാണ് ഇത്തവണ ഈ 1900-ലധികം വേക്കൻസികൾ വന്നേക്കുന്നത്. പോസ്റ്റ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് B 1, അതിന് 1075 പോസ്റ്റുകളാണ്. രണ്ടാമത്തെ പോസ്റ്റ് ടെക്നീഷ്യൻ A ആണ്, 826 പോസ്റ്റുകളാണ് വരുന്നത്. രണ്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് 1900 പോസ്റ്റുകൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഡേറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1, ക്രൂഷ്യൽ ഡേറ്റ് ഓഫ് എലിജിബിലിറ്റി, അതായത് പ്രായമാകട്ടെ, നിങ്ങളുടെ ഏജ് റിലാക്സേഷൻ വേണമെങ്കിലും എന്ത് കാര്യമായാലും, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി ആയാലും എല്ലാം നോക്കേണ്ട ഡേറ്റ് 23rd സെപ്റ്റംബർ 23 ആണ്. അപ്പൊ ഈ ഡേറ്റിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ ഓപ്പണിംഗ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് സെപ്റ്റംബർ 3-നാണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ 3 ആണ്. അപ്പം സെപ്റ്റംബർ 3 തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് 23rd സെപ്റ്റംബർ 23 സെപ്റ്റംബർ വരെ ഏകദേശം 20 ദിവസം മാത്രമാണ് നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ആരും പിന്നത്തേക്ക് മാറ്റി വെക്കാതെ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന വളരെ കാലം കൂടിയിരുന്ന് വന്നൊരു സെപ്റ്റം എക്സാം ആണ്. സോ ഈ അവസരം പാഴാക്കാതിരിക്കാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സാം ആണ്. എക്സാമിന്റെ ഡേറ്റ് ടു ബി അനൗൺസ്ഡ് എന്നാണ് കിടക്കുന്നത്. അപ്പം ഇപ്പൊ ഡേറ്റ് വന്നിട്ടില്ല. പക്ഷെ ആരും മടുപ്പിടിച്ചിരിക്കരുത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അപ്പൊ അതെല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിന് ഇത്തവണ DRDOയിൽ ഒരു ജോബ് എനിക്ക് ഉറപ്പിക്കണം. ആ രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നോട്ടിഫിക്കേഷനിൽ ഇനി നമുക്ക് ഓരോ പോസ്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് B, അങ്ങനെ പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരല്ലേ എന്താണെന്നൊക്കെ. ഇത് ശരിക്കും ഒരു ലെവൽ 6 പോസ്റ്റ് ആണ്. ലെവൽ 6 പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ, SSC ജൂനിയർ എഞ്ചിനീയർ, അല്ലെങ്കിൽ റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ, നോൺ ടെക്നിക്കൽ ആണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ, അല്ലെങ്കിൽ ഓഫീസർ പോസ്റ്റുകൾ എന്ന് നമുക്ക് പറയാം. ഒരു സെൻട്രൽ ഗവൺമെന്റിലെ ഒരു ഓഫീസർ പോസ്റ്റിന് ഓൾമോസ്റ്റ് സെയിം ലെവലിൽ വരുന്നതാണ് ലെവൽ 6 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് 35,400 രൂപയായിരിക്കും ബേസിക് പേ. പിന്നെ DRDO പോലുള്ള ഓർഗനൈസേഷൻസിന് കുറെ അധികം അലവൻസ് ഉണ്ട്. സോ നമുക്ക് ഒരു 45 അറൌണ്ട് 50 തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ ഒരു പ്രതീക്ഷിക്കാം. മിനിമം അത്രയെങ്കിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ജോബാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 തൊട്ട് 28 വയസ്സ് വരെയാണ്. ഈ 28 വയസ്സ് ഈ ഏജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ 23rd സെപ്റ്റംബർ വെച്ചിട്ടാണ്. ഇനി ഏജ് റിസർവേഷൻ ഉള്ള എല്ലാവർക്കും സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജ് റിലാക്സേഷൻ DRDOയും നൽകുന്നതാണ്. ഇനി പറയാനുള്ളത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പം സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പല കോഴ്സുകൾക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാം തന്നെ വേറെ വേറെ ക്വാളിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഏത് BSc ആണ്, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സയൻസ്, അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. നമ്മുടെ എഞ്ചിനീയറിംഗ് ഫീൽഡുകളിലെ ഡിപ്ലോമയാണ് ഇതിലെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഹയർ ക്വാളിഫിക്കേഷൻ ഹോൾഡേഴ്സ് ആർ നോട്ട് എലിജിബിൾ എന്ന് ഞാൻ എഴുതിയിട്ടേക്കുന്നതിന്റെ കാര്യം ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എലിജിബിൾ അല്ല എന്നല്ല കേട്ടോ. പക്ഷെ ഡിപ്ലോമയ്ക്ക് പകരം അതിന്റെ ഹയർ ആണ് BTech എന്ന് എഴുതിയിട്ട് ഡിപ്ലോമ ഇല്ലാത്ത ഒരാൾക്ക് BTech വെച്ചൊരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് BSc ഇല്ലാണ്ട് MSc ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ളൊരു കാര്യമാണ്. അല്ലാതെ BSc ഉണ്ട്, നിങ്ങൾക്ക് വീണ്ടും MSc കൂടെ ഉണ്ടെന്ന് കരുതി നിങ്ങളത് ഒരു എലിജിബിൾ അല്ലാതെ ആവുന്നില്ല. ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അർഹത ഉണ്ടാകത്തുള്ളൂ. അത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓൾമോസ്റ്റ് എല്ലാ പോസ്റ്റുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. കേരള PSCയിൽ വരുമ്പോഴാണ് നമുക്ക് ഹയർ ഓർ ഇക്വലന്റ് കൊടുക്കാൻ പറ്റുന്നത്. ദെൻ നമുക്ക് നോക്കാവുന്നത് പോസ്റ്റുകളാണ്. ഏതൊക്കെ പോസ്റ്റുകൾ ആർക്കൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റ് വരുന്നത്. പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്. വേക്കൻസി 15 ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉള്ളവർക്ക് 35 വേക്കൻസി വരുന്നുണ്ട്.
സിവിൽ എഞ്ചിനീയറിംഗിലാണെങ്കിൽ 25, എങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വരുമ്പോൾ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആവാം, അല്ലെങ്കിൽ BSc ആയാലും മതി. കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങളുടെ വേക്കൻസി 167 ആണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം പോസ്റ്റുകൾ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് 68 വേക്കൻസി വരുന്നുണ്ട്. തീരെ മോശമല്ല. അപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും വളരെ നല്ലൊരു അവസരമാണ്. ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അപ്പൊ ആ കൃത്യം ഡിപ്ലോമ ഉള്ളവർക്ക് മാത്രമാണ് കേട്ടോ. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് 31 വേക്കൻസി വരുന്നുണ്ട്. ഇനി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഡിപ്ലോമയോ BSc ഡിഗ്രിയോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 192 വേക്കൻസിയാണ് ഇത്തവണത്തെ DRDOയിൽ വന്നേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇൻസ്ട്രുമെന്റേഷൻ. BSc ഇൻ ഇൻസ്ട്രുമെന്റേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെന്റേഷൻ ആവാം, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഡിപ്ലോമയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷനിൽ BScയോ മതി. നിങ്ങൾക്കും 68 വേക്കൻസി വരുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് എങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത്. 31 വേക്കൻസി ആണ്. മെറ്റലർജിയിൽ നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ 192 വേക്കൻസിയാണ് നിങ്ങൾക്കുള്ളത്. മെഡിക്കൽ ലാബ് ടെക്നോളജി MLT എന്ന് പറയുന്ന കോഴ്സിലാണ് നിങ്ങൾക്ക് BScയോ ഡിപ്ലോമയോ ഉള്ളത് എങ്കിൽ 16 വേക്കൻസി ആണുള്ളത്. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഫോട്ടോഗ്രഫിയാണ്. അത് BSc ഇൻ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ ഡിപ്ലോമയാണ്. 8 വേക്കൻസി വരുന്നുണ്ട്. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഉള്ളവർക്ക് 5 വേക്കൻസി. ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗിലാണെങ്കിലും 5 വേക്കൻസി. ലൈബ്രറി സയൻസിൽ നമുക്ക് 23 വേക്കൻസി വരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ലൈബ്രറി സയൻസിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ലൈബ്രറി സയൻസിൽ 1 ഇയർ ഡിപ്ലോമയും ഡിഗ്രി ഇൻ സയൻസും വേണം കേട്ടോ. ഇത് രണ്ടും ഉള്ളവർക്കാണ് മിനിമം 1 ഇയർ ഡിപ്ലോമ എങ്കിലും വേണം ലൈബ്രറി സയൻസിൽ, വിത്ത് ഒരു സയൻസിൽ ഏതെങ്കിലും ഒരു സയൻസിൽ ഡിഗ്രി ഉള്ളവർക്ക് വേണ്ടി, ഗ്രാജുവേഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ് 23 പോസ്റ്റ് വരുന്നുണ്ട് ലൈബ്രറി സയൻസിന്. ദെൻ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് നമ്മുടെ ഡിപ്ലോമ വേണ്ടാത്ത കോഴ്സുകളാണ് അഗ്രികൾച്ചർ. BSc അഗ്രികൾച്ചർ ഹോൾഡേഴ്സ് ആണ് എങ്കിൽ 10 വേക്കൻസി. BSc ബോട്ടണി പഠിച്ചവർക്ക് 3 വേക്കൻസി. BSc കെമിസ്ട്രിക്ക് 58 വേക്കൻസി വരുന്നുണ്ട്, വളരെ കൂടുതലാണ്. മാത്തമാറ്റിക്സിന് 13 വേക്കൻസിയാണ് നമുക്ക് വരുന്നത്. ഇത്രയാണ് കുറച്ച് പോസ്റ്റുകളുണ്ട്. ഫിസിക്സ് ഉണ്ട്. BSc ഫിസിക്സ് 32 പോസ്റ്റ് വരുന്നുണ്ട്. സൈക്കോളജിക്ക് 11 പോസ്റ്റുകളും സുവോളജിക്ക് 9 പോസ്റ്റുകളും വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റുകളിലേക്കുള്ള ഡിഫറെന്റ് പോസ്റ്റുകളും അവയുടെ വേക്കൻസി ഡീറ്റെയിൽസും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൺസേൺഡ് ആയിട്ടുള്ള പോസ്റ്റിനനുസരിച്ച് പോസ്റ്റ് കോഡ് നോക്കി കൃത്യമായി അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ടെക്നീഷ്യൻ പോസ്റ്റ് ആണ്. ടെക്നീഷ്യൻ A എന്ന് പറയുന്ന ഗ്രേഡ് ആണത്. അത് ലെവൽ 2 പേ സ്കെയിൽ ആണ് വരുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് ബേസിക് 19,900 രൂപയായിരിക്കും. ഇതും വിത്ത് അലവൻസ് ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു 30 എന്തായാലും 25K എബോവ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു 30,000 അടുപ്പിച്ച് പ്രതീക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 28 വയസ്സ് വരെ ആയിരിക്കും. ഇവിടെ നമുക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയാവുന്നത് 10ാം ക്ലാസ് അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് വേണം. അപ്പം ITI മാത്രം പോരാ, 10ാം ക്ലാസ് ആദ്യം ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ITI ട്രേഡിന് വരുന്ന രീതിയിലുള്ള ഏത് ട്രേഡാന്ന് വെച്ചാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NTC സർട്ടിഫിക്കറ്റ്, ഇതിൽ ഏതാണോ നിങ്ങൾക്കുള്ളത് അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കും. ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. വിത്ത് 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ആണ് ടെക്നീഷ്യന്റെ നമ്മുടെ ക്വാളിഫിക്കേഷൻ, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇനി നമ്മൾ പോസ്റ്റ് നോക്കിയാൽ ടെക്നീഷ്യൻ A പോസ്റ്റുകൾ വരുന്നത് ഫസ്റ്റ് ഓട്ടോമൊബൈൽ ആണ് 5 വേക്കൻസി. ബുക്ക് ബൈൻഡർക്ക് 20 വേക്കൻസി വരുന്നുണ്ട്. കാർപ്പന്റർ 12 വേക്കൻസി. CNC ഓപ്പറേറ്റർ 9 വേക്കൻസി. COPA നമുക്ക് 139 വേക്കൻസി വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, അപ്പോൾ നല്ല വേക്കൻസി ഉണ്ട്. അതുപോലെയാണ് ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ 358 വേക്കൻസി വരുന്നുണ്ട്. അപ്പം ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ എടുത്തവരെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 358 പോസ്റ്റുകളാണ് വന്ന് കിടക്കുന്നത്. DTP ഓപ്പറേറ്ററിന് 8 പോസ്റ്റ്, അതുപോലെ ഇലക്ട്രീഷ്യന് 106 പോസ്റ്റും ഇലക്ട്രോണിക്സിന് 113 പോസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു എക്സാം ആണിത്. ദെൻ ഫിറ്റർക്ക് ഉണ്ട് 127 പോസ്റ്റ്, ഗ്രൈൻഡർ 7 പോസ്റ്റ്, മെഷീനിസ്റ്റിന് 89 പോസ്റ്റ്, മെക്കാനിക് ഡീസൽ 4 പോസ്റ്റ്, മിൽ റൈറ്റ് മെക്കാനിക് 8 പോസ്റ്റ്, മോട്ടോർ മെക്കാനിക് 13 പോസ്റ്റ്, പെയിന്റർ 3 പോസ്റ്റ്. ഇനി ഫോട്ടോഗ്രാഫർ, അതിന് ഫോട്ടോഗ്രാഫിയിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 111 പോസ്റ്റുകളുണ്ട്. RAC റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിന് 8 പോസ്റ്റ് വരുന്നുണ്ട്. ദെൻ ഷീറ്റ് മെറ്റൽ വർക്കർ 14 പോസ്റ്റ്, ടേണർ 45 പോസ്റ്റും വെൽഡർ 50 പോസ്റ്റും. അപ്പൊ ഇത്രയും പോസ്റ്റുകളാണ് നമുക്ക് ടെക്നീഷ്യനിൽ വരുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കൺസേൺ ക്വാളിഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്.
ഇനി നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് DRDOയുടെ സൈറ്റ് ഉണ്ട്, drdo.gov.in. അതിൽ സെപ്റ്റം നോട്ടീസ് ബോർഡ് എന്ന് പറഞ്ഞ അവൈലബിൾ ആണ്. അതിൽ കയറിയിട്ട് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ്. ഈ 100 രൂപ തന്നെ വിമൻ കാൻഡിഡേറ്റ്സ്, SC ST PWD ESM എക്സ് സർവീസ്മെൻ തുടങ്ങിയവർക്കൊക്കെ ഫീ എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അവർക്ക് ഫീ അടയ്ക്കേണ്ട. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 100 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. ഇനി കേരളത്തിൽ എക്സാം സെന്റേഴ്സ് ഉണ്ടോ എന്നുള്ള ഡൗട്ടൊന്നും ആർക്കും വേണ്ട, പുറത്തൊന്നും പോയി എഴുതണ്ട. നമുക്ക് കേരളത്തിലെ കൊച്ചിയിലും തിരുവനന്തപുരത്തും 2 സെന്ററുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പൊ കേരളത്തിന് പുറത്തോട്ട് ട്രാവൽ ചെയ്ത് എക്സാം എഴുതണം എന്നുള്ള മടിയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ ക്വാളിഫൈഡ് ആണ്, ചിലപ്പോൾ ITIയും ഡിപ്ലോമയൊക്കെ ഉള്ളവർ കാണത്തില്ലേ. അപ്പൊ അങ്ങനെ ഒന്നിൽ കൂടുതൽ പോസ്റ്റുകളിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ ഓരോ പോസ്റ്റിനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം. അല്ലാതെ ഒരു പോസ്റ്റിലല്ല, നിങ്ങൾക്ക് എല്ലാ പോസ്റ്റുകൾക്കും, നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ദെൻ നമുക്ക് നോക്കേണ്ടത് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ 2 പോസ്റ്റുകൾക്കും 2 രീതിയിലാണ് സെലക്ഷൻ പ്രോസസ് വരുന്നത്. നമ്മുടെ ആദ്യത്തേത് സീനിയർ ടെക്നീഷ്യൻ അസിസ്റ്റന്റ് ആണ് എങ്കിൽ ടയർ 1 സ്ക്രീനിങ്ങും ടയർ 2 ഫൈനൽ സെലക്ഷൻ പോസ്റ്റും ആണ്. അപ്പൊ 2 എക്സാം വരുന്നുണ്ട്. അത് ടയർ 1 സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അത് ബേസിക് ആയിട്ടൊന്ന് ക്വാളിഫൈ ചെയ്താൽ മതി. നിങ്ങൾ കുറെ ആൾക്കാർ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങളുടെ ഫൈനൽ നിങ്ങൾ സെലക്ട് ആവുന്ന സമയത്ത് ഈ ടയർ 1 വാങ്ങുന്ന മാർക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യില്ല. നിങ്ങൾ ജസ്റ്റ് അവരൊരു കട്ട് ഓഫ് പറയും, ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്തവരല്ല ടയർ 1 സ്ക്രീൻ ചെയ്ത് ക്ലിയർ ആയി, അത്രേ ഉള്ളൂ. ടയർ 2 നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യുന്നത്. ആ ടയർ 2 മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജോബ് കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ദെൻ ടയർ 1ഉം ടയർ 2ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ തന്നെ ആയിരിക്കും. MCQ മോഡൽ ആയിരിക്കും വരുന്നത്. സ്കോർ ഓഫ് ടയർ 1 മേ ബി നോർമലൈസേഷൻ പല ഷിഫ്റ്റുകളാകുമ്പോൾ നോർമലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 2ലും MCQ ക്വസ്റ്റ്യൻസ് മാത്രമേ വരത്തുള്ളൂ. ടയർ 1 ആയാലും ടയർ 2 ആയാലും. ടയർ 1 എക്സാമിനേഷൻ സ്ക്രീനിങ്ങിന് വേണ്ടിയും ടയർ 2 ആയിരിക്കും ഫൈനൽ സെലക്ഷന് വേണ്ടി. അപ്പൊ ടയർ 1 നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്താലും മിനിമം ഒന്ന് ക്വാളിഫൈ ആയാൽ മതി. നല്ല രീതിയിൽ സ്കോർ ചെയ്തില്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. പക്ഷെ ടയർ 2 മാക്സിമം സ്കോർ ചെയ്യുക. അപ്പൊ അത്തരത്തിൽ വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ദെൻ ടെക്നീഷ്യനെ വരുമ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. 2 എക്സാം ആണ് വരുന്നത്. CBTയും ട്രേഡ് ടെസ്റ്റും ആണ്. അപ്പം ആകെ സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നില്ല. ടയർ 1 CBTയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. ആ മാർക്ക് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷനെ തീരുമാനിക്കുന്നത്. അതായത് ടയർ 1ന്റെ മാർക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾ ഫൈനലി സെലക്ടഡ് ആവുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടയർ 2 എന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റ് ആണെങ്കിലും അത് ക്വാളിഫൈയിങ് നേച്ചർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. ഒരിക്കലും നിങ്ങൾ എത്ര മാർക്ക് കൂടുതൽ മേടിച്ചാലും അത് നിങ്ങളുടെ ഫൈനൽ മാർക്കിലോ ഫൈനൽ റിസൾട്ടിലോ ഒരു തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാക്കത്തില്ല. ജസ്റ്റ് ക്വാളിഫൈഡ് ആയാൽ മാത്രം മതി. ടയർ 1ന് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നതും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരുമോ എന്ന് തീരുമാനിക്കുന്നതും. ദെൻ അത് ഏത് ട്രേഡ് ആണോ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു ട്രേഡ് ടെസ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാം പാറ്റേൺ നോക്കാം. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ സ്ക്രീനിങ് ടെസ്റ്റ് CBT 1 വരുന്നുണ്ടെന്ന്. അപ്പൊ അത് എല്ലാവർക്കും സെയിം ആയിരിക്കും. നിങ്ങൾ ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്താലും എല്ലാവർക്കും കൂടെ ഒറ്റ എക്സാം ആയിരിക്കും വരുന്നത്. അതിൽ നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല, ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ സയൻസ്. നമ്മുടെ NTPC അല്ലെങ്കിൽ SSCയുടെ നോർമൽ എക്സാമുകളുടെ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. 120 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ചിട്ട് ഡ്യൂറേഷൻ 90 മിനിറ്റ്സ് ആണ്. അതായത് 1.5 മണിക്കൂർ കൊണ്ടായിരിക്കും 120 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. CBT 2 അതായത് ടയർ 2 എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങൾ ഏത് ട്രേഡ്, നിങ്ങൾ ഏത് ക്വസ്റ്റിനാണോ അപ്ലൈ ചെയ്തത് അതിനുള്ള ആ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക് 1.5 മണിക്കൂർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇതിലാണ് മാക്സിമം സ്കോർ ചെയ്യേണ്ടത് ഈ CBT 2-ല്. പക്ഷേ CBT 1-ല് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സ്കോർ ചെയ്യുക. ദെൻ ടെക്നീഷ്യനിലോട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് എക്സാം മാത്രമാണല്ലോ കാര്യമായിട്ടുള്ളത്. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ 2 പാർട്ടായിട്ടാണ് എക്സാമിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ഇംഗ്ലീഷ്, GK എല്ലാം വരുന്നുണ്ട്, ജനറൽ സയൻസ് എല്ലാം വരുന്നുണ്ട് സെക്ഷൻ എയില്. സെക്ഷൻ B നിങ്ങൾ ഏത് ട്രേഡ് ആണോ ആ ട്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കോമൺ ആയിരിക്കത്തില്ല. ഓരോ ട്രേഡിനും ആ ട്രേഡ് വൈസ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും നടത്തുന്നത്. 2-ന് സെക്ഷൻ Aക്ക് 40 മാർക്കും സെക്ഷൻ Bക്ക് 80 മാർക്കും ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ട്രേഡിന്റെ 80 ക്വസ്റ്റ്യനും ജനറൽ ക്വസ്റ്റ്യൻസ് 40 ആയിരിക്കും. അപ്പൊ ടോട്ടൽ 120 മാർക്ക്, 120
ക്വസ്റ്റ്യൻസ് 120 മാർക്ക് 90 മിനിറ്റ് തന്നെ 1.5 മണിക്കൂർ എക്സാം ആയിരിക്കും വരുന്നത്. ഇനി ട്രേഡ് ടെസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ക്വാളിഫയിങ് ഇൻ നേച്ചർ ആയിരിക്കുമെന്ന്. അപ്പൊ അത് നിങ്ങളുടെ ട്രേഡ് ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ ആ ട്രേഡ് ടെസ്റ്റ് വരുന്നത് ITA ലെവലിലായിരിക്കും, പ്രാക്ടിക്കൽ ആയിരിക്കും. അത് 1-2 മണിക്കൂർ വരെ ആയിരിക്കും നിൽക്കുന്നത്. അതിനൊരു സ്പെസിഫിക് ടൈമില്ല. നമ്മുടെ സ്കിൽ ടെസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ ലാബ് പോലെ ആയിരിക്കും. അപ്പൊ അവർ പറയുന്ന ഒരു ടെസ്റ്റ് തരും നിങ്ങളുടെ ട്രേഡ് നിങ്ങൾ കേപ്പബിൾ ആണോ എന്ന് നോക്കാൻ. അപ്പൊ അത് ക്വാളിഫൈ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്ന ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് എല്ലാവരും നോട്ടിഫിക്കേഷൻസ് നന്നായിട്ട് വായിക്കുക. അതിലെ ഫോട്ടോഗ്രാഫിന്റെയും സൈനിന്റെയും മറ്റു സർട്ടിഫിക്കറ്റുകളുടെ ഒക്കെ റിക്വയർമെന്റ്സും ഒക്കെ കൃത്യമായിട്ട് എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മൾ ഒരിക്കലും ആപ്ലിക്കേഷൻ ഇനിയുള്ള കാലത്ത് എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈനാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനൊന്നും ഒരു തരത്തിലും ഒരു അബദ്ധം പറ്റുമോ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്ന് നിങ്ങൾ ഒരിക്കലും ഡിസ്ക്വാളിഫൈ ആവാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ കേരളത്തിൽ നിന്നും ഒന്നല്ല 100, 200, 300 ആൾക്കാർ ഉദ്യോഗാർത്ഥികൾക്ക് DRDOയിൽ ജോലി ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്ന് തന്നെയാണ്. അങ്ങനെ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും DRDOയിൽ തന്നെ വർക്ക് ചെയ്യാനും ഒരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.